വിലക്കയറ്റത്തിനെതിരെ ഇറാനിൽ നടക്കുന്ന പ്രതിഷേധത്തിനെതിരായ നടപടികളിൽ ഭരണകൂടത്തിന് ശക്തമായ മുന്നറിയിപ്പുമായി അമേരിക്ക. സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് മുന്നറിയിപ്പ് സന്ദേശം പോസ്റ്റ് ചെയ്തത്. സമാധാനപരമായി പ്രതിഷേധിക്കുന്നവരെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത് ഇറാൻ ഭരണകൂടത്തിന്റെ പതിവാണ്. പ്രതിഷേധക്കാർക്ക് അമേരിക്ക രക്ഷയ്ക്കായി എത്തും, ആയുധം ലോഡ് ചെയ്ത് തയ്യാറാണ്, ട്രംപ് കുറിച്ചു. കടുത്ത സാമ്പത്തിക തകർച്ച നേരിടുന്ന ഇറാനിലെ പ്രക്ഷോഭത്തിൽ പ്രതിഷേധക്കാരും അവരെ പ്രതിരോധിക്കാൻ രംഗത്തുള്ള സുരക്ഷാ സേനാംഗങ്ങളുമടക്കം 7 പേരാണ് മരിച്ചത്. വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് ഇറാനിൽ നടക്കുന്ന പ്രതിഷേധം തലസ്ഥാനമായ ടെഹ്റാൻ അപ്പുറത്തേക്കും കടന്നതോടെ സുരക്ഷാ സേന സായുധ വഴിയിലൂടെ പ്രതിഷേധത്തെ ശക്തമായി അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത്. പടിഞ്ഞാറൻ ഇറാനിലാണ് ശക്തമായ ആക്രമണം നടന്നിരിക്കുന്നത്. തെരുവിൽ തീയിട്ടിരിക്കുന്നതിന്റെയും വെടിയൊച്ചകളുടെയും ശബ്ദവും വീഡിയോകളിൽ നിന്ന് അറിയാനാകും. 2022 മഹസാമിനി എന്ന 22 ശിരോവസ്ത്രത്തിന്റെ പേരിൽ മരിച്ചതിന് ശേഷം ഇറാൻ കാണുന്ന ഏറ്റവും രൂക്ഷമായ ഭരണകൂട ജന ഏറ്റുമുട്ടലാണ് ഇപ്പോഴത്തേത്. എന്നാൽ അന്നത്തെയത്ര ശക്തമല്ല പ്രതിഷേധമെന്നാണ് ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഇറാനിലെ ഏകാധിപത്യ ഭരണകൂടത്തിനെതിരെ ശക്തമായ മുദ്രാവാക്യങ്ങളാണ് എന്നാൽ ഇത്തവണ ഉയരുന്നത്. അതേസമയം പ്രതിഷേധത്തെ മുതലാക്കാൻ ശ്രമിച്ച നിരവധി പേരെ അറസ്റ്റ് ചെയ്തെന്നാണ് ഇറാനിലെ ഔദ്യോഗിക ടെലിവിഷനിൽ വന്ന റിപ്പോർട്ട്. മുൻപ് 2025 ജൂൺ മാസത്തിൽ അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ബോംബാക്രമണം നടത്തിയിരുന്നു. എന്നാൽ തങ്ങൾ അമേരിക്ക കരുതും പോലെ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നില്ലെന്നായിരുന്നു അന്ന് ഇറാൻ അധികൃതർ വ്യക്തമാക്കിയത്. സാമ്പത്തിക സ്രോതസ്സായ ക്രൂഡ് ഓയിൽ വിൽപ്പനയെയും ഉപരോധം സാരമായി ബാധിച്ചു. ഉപരോധങ്ങൾ കടുപ്പിച്ചതോടെ ഇറാൻ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ഒറ്റപ്പെടുകയും അത് സാമ്പത്തിക മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു. ഇസ്രയേലുമായുണ്ടായ സംഘർഷവും കാര്യങ്ങൾ വഷളാക്കിയിട്ടുണ്ട്. രാജ്യത്തെ പണപ്പെരുപ്പം പരിധിവിട്ട് ഉയർന്നതോടെ ജനജീവിതം ദുസ്സഹമായി. സാമ്പത്തികമായ ഈ കടുത്ത ബുദ്ധിമുട്ടുകൾ കാരണമാണ് ടെഹ്റാനിലെ വ്യാപാരികൾക്കിടയിൽ ആദ്യം പ്രതിഷേധം ആരംഭിച്ചതും പിന്നീട് യുവജനങ്ങൾ അത് ഏറ്റെടുത്ത് മറ്റു നഗരങ്ങളിലേക്ക് പടർത്തിയതും. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.